Hello, good morning all. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ റൌഫ് സാറാണ്. സാറ് കാലിഫോർണിയയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സാറ് ഒരു IT പ്രൊഫഷണൽ ആണ്, ഡിജിറ്റൽ വെൽനെസ് കോച്ചാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോർണിംഗ് സർക്കിൾ നമ്മൾ തുടങ്ങിയ സമയം തൊട്ട് സാറ് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ക്ലാസ് എടുത്തുകൊണ്ടും ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ട്രെയിനേഴ്സ് ഒക്കെ ഇല്ലാണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ സാർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്റ്റീവായിട്ട്, അതായത് ഫീഡ്ബാക്കുകളായാലും സജഷൻസ് പറഞ്ഞുകൊണ്ടും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളെ. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സാറിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. നമുക്ക് എന്തെങ്കിലും നല്ല സജഷൻസ് സാറിൻ്റെ നിന്ന് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആർക്കും എന്തെങ്കിലും അറിയാനോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാറിൻ്റെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു റിപ്ലൈ പ്രതീക്ഷിക്കാം. അപ്പോ സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. താങ്ക് യു സജന മാം ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എന്തായാലും ഇന്നിപ്പോ നോമ്പ് തുറന്നാൽ ഇനി ഒന്നും കഴിക്കണ്ട, വയറ് നിറഞ്ഞു. നമ്മുടെ കാണുന്നുണ്ടല്ലോ അല്ലെ, കാണുകയും കേക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അതെ അതെ. ഓക്കെ, നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. നമ്മളെല്ലാരും ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ SSLC പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ, SSLC കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സെറ്റിലായി, അല്ലെങ്കിൽ SSLC ആണ് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ അത് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? സജന മാം പറയാറുണ്ടോ സ്റ്റുഡൻസിന്റെ അടുത്ത്? പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സാർ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുക? നമ്മൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിക്കും, കഴിയും. അടുത്ത ടേണിംഗ് പോയിന്റ് വരും, +2 വരും അല്ലേ? അത് കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ് വരും, എൻട്രൻസ് വരും, ഒരു കോളേജിൽ ജോയിൻ ചെയ്യും. അതിനുശേഷം ജോലി കിട്ടലാവും ടേണിംഗ് പോയിന്റ്. പിന്നീട് കല്യാണമാവും, കുട്ടികൾ ഉണ്ടാവല്, അത് കഴിഞ്ഞാൽ വീട് വെക്കല്, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? അതിങ്ങനെ ഓരോ സമയത്തും പുതിയ പുതിയ ടേണിംഗ് പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഗോൾസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അറൈവൽ ഫാലസി എന്നുള്ളതാണ്. അപ്പൊ ഈ അറൈവൽ ഫാലസി എന്താന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഫാലസി എന്താണെന്ന് നോക്കാം. എത്ര പേര് ഈ വേർഡ് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന ഒരു കാര്യം, പക്ഷെ സത്യത്തിൽ അത് യാഥാർത്ഥ്യമല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജീവിക്കുന്ന ഒരാൾ, വലിയൊരു സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, അത്യാവശ്യം ബാധ്യതയൊക്കെയുള്ള ഒരാൾ ചിന്തിക്കുന്നത് എപ്പോഴും കുറച്ചും കൂടെ പണം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ആളെപ്പോഴും ചിന്തിക്കുന്നത് പണക്കാരെപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കും എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഫാലസി എന്ന് പറയുന്നത്. സത്യത്തിൽ അത് ശരിയാണോ? നമ്മുടെ സന്തോഷവും പണവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് രണ്ടും മാത്രമാണ് ഘടകമെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന സൂയിസൈഡുകളൊന്നും പത്രത്തിൽ കാണില്ല. മൾട്ടി ബില്യണേഴ്സ് വരെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പം പണവും സന്തോഷവും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമുക്കൊരു ഫാലസി എന്ന് വിളിക്കാം. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി വിചാരിക്കുകയാണ് ഞാനൊരു എക്സാം തോറ്റുപോയാൽ എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, ഇനി എനിക്കൊരു ജീവിതമില്ല എന്നുള്ളത്. ഇതും ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിട്ട് തോന്നും, പക്ഷേ സത്യത്തിൽ അത് യാഥാർത്ഥ്യമല്ല. ഒരു എക്സാം തോറ്റെന്ന് വിചാരിച്ചിട്ട് ആരും പരാജയപ്പെട്ടിട്ടില്ല. അവർക്ക് മുമ്പിൽ ജീവിതം ഇനിയും ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അപ്പൊ ഇത്തരം ചിന്തകളെയാണ് നമ്മൾ പൊതുവിൽ ഫാലസി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഫാലസിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറൈവൽ ഫാലസി എന്ന് പറയും. ഞാനതിന്റെ മലയാളം നോക്കിയ സമയത്ത് എനിക്ക് കുറച്ച് കട്ടിയുള്ള ഒരു വാക്കാണ് കിട്ടിയത്. ലക്ഷ്യ മറന്നുപോയി, ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. കുറച്ചും കൂടെ പറയാൻ എളുപ്പം ഇംഗ്ലീഷ് തന്നെയാണെന്ന് തോന്നുന്നു. അറൈവൽ ഫാലസി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് നമ്മളൊരു ജീവിതത്തിൽ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോള് നേടിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ജീവിതം എന്നും സന്തോഷമായിരിക്കും, എന്നും സമാധാനമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗോള് നേടാനായിട്ട് നമ്മൾ സന്തോഷത്തെ മാറ്റി വെക്കുക. ഈ ലക്ഷ്യം നേടിക്കഴിയുന്നത് വരെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം,
അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും എന്ന് ചിന്തിക്കുക. ഇതിനെയാണ് നമ്മൾ പൊതുവിൽ അറൈവൽ ഫാലസി എന്ന് വിളിക്കുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫ് സെറ്റിലായി, പിന്നെ എനിക്കൊന്നും പേടിക്കണ്ട, എൻ്റെ ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകും, ഒരു പ്രശ്നങ്ങളും വരാനില്ല. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് അല്ലേ. അതുപോലെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ബാധ്യതയും തീർന്നു, എനിക്കിനി ഒരു ബാധ്യതയും ജീവിതത്തിൽ വരാനില്ല. അതുപോലെ ഇപ്പൊ സൂസൻ മാമിന്റെ ഒക്കെ ഒരു ഏജിലുള്ളവർ ചിന്തിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, മക്കളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, മക്കളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശ്രമിക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെയൊക്കെ ഒരു വഴിക്കാക്കിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. ഇതെല്ലാം ഈ പറയപ്പെടുന്ന അറൈവൽ ഫാലസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ചിന്തകളാണ്. ഞാനൊരു കഥ പറയാം. ജിം ക്യാരി എന്ന് പറയുന്ന ഒരു ആക്ടറെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവിടെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ജിം ക്യാരി എന്ന് Yes, പറയുന്നത് sir. ഒരു ഹോളിവുഡിലെ ഒരു, താങ്ക് യു സൂസൻ മാം, താങ്ക് യു ചന്ദ്ര മാം. ജിം ക്യാരി എന്ന് പറയുന്നത് ഒരു കൊമേഡിയൻ ആണ്, ഹോളിവുഡിലെ പ്രശസ്തനായിട്ടുള്ള ഒരു കോമഡി നടനാണ്. ഇദ്ദേഹം ഒരു കനേഡിയൻ ആയിരുന്നു, പിന്നീട് ലോസ് ആഞ്ചൽസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന് വളരെയധികം സ്ട്രഗിൾ ചെയ്തൊരു നടനാണ്. അപ്പൊ ആ ഒരു സ്ട്രഗിൾസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടും എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും അദ്ദേഹം ചെയ്തിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, ഒരു 10 മില്യൺ ചെക്ക്, ഒരു ഡോളറിന്റെ ഒരു ചെക്ക് അദ്ദേഹം എപ്പോഴും കയ്യിൽ കരുതും. ഇത് ജിം ക്യാരി ഒരു സിനിമയിൽ അഭിനയിച്ചതിനുള്ള പ്രതിഫലം എന്നുള്ള രൂപത്തിലാണ് ആ ചെക്കിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും ഈ ചെക്ക് എടുത്ത് നോക്കുന്ന ഒരു തരം മാനിഫെസ്റ്റേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ചെക്കാണ് ആളെ മോട്ടിവേറ്റ് ചെയ്തതും അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്ന ഒരു വലിയ നടനായിട്ട് മാറിയതും. പക്ഷെ ജിം ക്യാരി വലിയൊരു ഫേമസ് ആയ നടനായതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ നടനായി കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു 10 മില്യൺ ഡോളറിന്റെ ചെക്ക് കിട്ടി കഴിയുമ്പം എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നോ, അത്രത്തോളം സന്തോഷം ഞാനത് നേടിയപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പൊ ഒരു വലിയൊരു ഫിലോസഫറൊക്കെയാണ്. ആളുടെ ഒരു വാക്കുണ്ട്, ലോകത്തിലുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും റിച്ച് ആണ് എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണക്കാരായിട്ട് സന്തോഷിക്കാനോ ജീവിക്കാനൊന്നുമല്ല, പണക്കാരായി കഴിഞ്ഞാൽ ജീവിതം സെറ്റിലായി, അല്ലെങ്കിൽ ജീവിതം എന്നും സന്തോഷം നിറഞ്ഞതായിരിക്കും, സമാധാനം നിറഞ്ഞതായിരിക്കും എന്നുള്ള ആളുകളുടെ ഒരു ചിന്തയുണ്ടല്ലോ, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനായിട്ടെങ്കിലും ലോകത്തുള്ള എല്ലാവരും റിച്ച് ആവണമെന്നാണ് ജിം ക്യാരി പറയുന്നത്. അപ്പൊ ഈ ഒരു കഥ ഞാനിപ്പോ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ഒരു ലക്ഷ്യം നേടാനായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത്, ഒരു ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഗോള് നേടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു, അത്രയും തന്നെ സന്തോഷം ചിലപ്പോൾ അത് നേടിക്കഴിയുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, പക്ഷെ ആ സന്തോഷം എല്ലാ കാലത്തും നിലനിൽക്കണമെന്നില്ല. അതായത് എവർലാസ്റ്റിംഗ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. അത് ഒരു ഉള്ള സംഭവമല്ല, അതൊരു സങ്കല്പം മാത്രമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്ന സന്തോഷത്തിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് റാങ്ക് കിട്ടിയാൽ എനിക്ക് ഇത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചാൽ, ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നേട്ടങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന സന്തോഷത്തിന് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും, എന്നാൽ അത് നേടി കഴിയുമ്പോൾ പലപ്പോഴും അത്രത്തോളം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മുടെയൊക്കെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഗോൾ ഓറിയന്റഡ് ആണ്. ഞാൻ വീണ്ടും ടീച്ചേഴ്സിലേക്ക് വരികയാണ്. നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്കൂളിൽ നിന്ന് നല്ല മാർക്ക് കിട്ടിയാൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും, അല്ലേ? നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടും. നല്ലൊരു ജോലിയൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ജനിച്ച മുതൽ ഒരു 25 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നത് ഈ ജോലിയൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ആയതിനു ശേഷം സന്തോഷമായിട്ട് ജീവിക്കാനാണ്. നമുക്ക് എപ്പോഴും മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. ഈ 25 വർഷക്കാലം നമ്മളോട് ആരും പറയുന്നില്ല നിങ്ങൾ ഇപ്പൊ സന്തോഷമായിട്ട് ജീവിച്ചു വന്ന്. നമ്മളോട് പറയുന്നത് ഇപ്പൊ നന്നായിട്ട് അധ്വാനിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗോൾ ഓറിയന്റഡ് കൾച്ചർ കാരണം നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഒരിക്കൽ പോലും നമ്മൾ പ്രസന്റിൽ ജീവിക്കുന്നില്ല. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാരണം.
അതായത് ഗുഡ് തിങ്സ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളുമായിട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ട് മാറും. അതായത് ഈ ബ്രെയിനിന് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എത്രത്തോളം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലും അതൊരു ബേസ് ലെവലിലേക്ക് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പൊതുവിൽ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് അനസാർ ഒരു കാർ എടുക്കാൻ പോകുന്നത് വിചാരിക്കുന്നു. ഒരു സ്വിഫ്റ്റ് കാറ്, ചുവന്ന കളറ്, മുകളിൽ റൂഫ് എല്ലാം ഉണ്ട്, ബ്ലാക്ക് കളറ് റൂഫ്, നല്ല അടിപൊളി ഒരു കാറ്. അപ്പൊ സാറ് ആദ്യം അതിനെക്കുറിച്ച് കുറെ റിസർച്ച് ചെയ്യും. റിസർച്ച് ചെയ്തിട്ട് ഷോറൂമുകളിലൊക്കെ അന്വേഷിക്കും, എവിടെയാണ് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് നോക്കും. ഇപ്പൊ സാറിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ലോണൊക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെ നമ്മുടെ ലോൺ എല്ലാം അപ്ലൈ ചെയ്തു. ലോൺ എല്ലാം അപ്ലൈ ചെയ്തു. കാറ് ഡെലിവറി ചെയ്യുന്ന ദിവസമായി. അന്ന് നമ്മൾ ഷോറൂമിൽ പോവും, കാർ അവർ ഡെലിവറി ചെയ്യും, കുറെ വീഡിയോസ് ഒക്കെ എടുക്കും, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ കാറ് വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അനസാർ എന്താ ചെയ്യാ? നമ്മൾ രാവിലെ എഴുന്നേൽക്കും. സാറ് രാവിലെ എഴുന്നേറ്റിട്ട് കാർ പോർച്ചിൽ പോയി നോക്കിയിട്ട് ആദ്യം പോകുന്നത് കാർ പോർച്ചിലേക്കായിരിക്കും. കാറിന് ചുറ്റും ഒന്ന് നടക്കും അല്ലേ? നമ്മൾ ഇത്രയും കാലം ഒരു സംഭവത്തിനും ഇത്രയും ഭംഗി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ അതിന്റെ കളറ്, അല്ലെ, ഈവൻ ഇന്റീരിയറിന്റെ സ്മെല്ല്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെതർ, അതിന്റെ ടയറുകൾ, മിറർ, ഇതെല്ലാം നമുക്ക് ഭയങ്കര ഭംഗിയുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ മക്കളൊക്കെ കാറിൽ കയറി കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയും, ചവിട്ടരുത്, പുതിയ കാറാണെന്ന് പറയും. പുറത്ത് പോകുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്ത് കാറിനകത്ത് കുറച്ച് ബിസ്ക്കറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടും. ചെറിയ സ്ക്രാച്ച് വരുന്നത് പോലും ഭയങ്കര മാനസിക വിഷമമുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞു എന്ത് സംഭവിക്കും? നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പതിവ് പോലെ പല്ല് തേക്കാനാണ് പോവുക. നമ്മൾ കാർ പോർച്ചിൽ പോവില്ല. ചെറിയൊരു സ്ക്രാച്ച് വീണാൽ നമ്മളത് മൈൻഡ് ചെയ്യില്ല. മക്കളൊന്ന് കാല് കയറ്റി വെച്ച് വിചാരിച്ചിട്ട് നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ഉണ്ടായ സന്തോഷം, നമുക്കുണ്ടായ എക്സൈറ്റ്മെന്റ്, അത് ബേസ് ലെവലിലേക്ക് അങ്ങനെ താഴ്ന്നു വന്നു. ഇത് കാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ, ഈവൻ റിലേഷൻഷിപ്പിൽ വരെ നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ ഭാര്യയെ ആദ്യമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ അപ്രീസിയേഷന്റെ എണ്ണം കുറഞ്ഞു വരും. അതിപ്പം ഭർത്താവ് തിരിച്ചാണെങ്കിലും, നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ പണ്ടത്തെ പോലെ സ്നേഹമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതി. ഇതൊരു ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്, എനിക്ക് മാത്രമല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമുക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് കുറഞ്ഞ് ഒരു ബേസ് ലെവലിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അടുത്തതാണ് ഐഡന്റിറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും സക്സസിനെ ഐഡന്റിറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഞാനൊരു വലിയൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടിയാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഞാനൊരു യൂട്യൂബർ ആണെങ്കിൽ മാത്രമേ ആളുകൾ എന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് കാണുകയുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ഐഡന്റിറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതല്ലെങ്കിൽ ഒരു 6 ഫിഗർ സാലറി വാങ്ങുന്ന കാലത്ത് മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ, എൻ്റെ ജീവിതം സക്സസ് ആവുകയുള്ളൂ എന്നൊക്കെ തോന്നുന്നുള്ള ഒരു തോന്നല്. ഇതും ഈ അറൈവൽ ഫാലസിക്ക് മറ്റൊരു കാരണമാണ്. ഇനി ഏറ്റവും അവസാനത്തെ കാരണം എന്ന് പറയുന്നത് കമ്പാരിസൺ ട്രാപ്പ് എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മളെ സുഹൃത്തിനൊരു ജോലി കിട്ടിയാൽ, സുഹൃത്ത് ഒരു കാറ് വാങ്ങിച്ചാൽ, അതല്ലെങ്കിൽ സുഹൃത്തിനൊരു പുതിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? അതുപോലൊരു വീട് വെച്ചാലേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അതുപോലെ ഒരു കാറ് വാങ്ങിച്ചാലേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ ഒരു ജോലി കിട്ടിയാൽ. ഇപ്പോഴത്തെ മക്കളൊക്കെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും UK പോയി, ഇനി എനിക്കും UK പോകണം, എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം നന്നാവുകയുള്ളൂ എന്നുള്ള തോന്നൽ. ഇതും അറൈവൽ ഫാലസിക്കുള്ള ഒരു കാരണമാണ്. അപ്പൊ നമ്മൾ അറൈവൽ ഫാലസി എന്താന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കി. ഇനി ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം നമ്മളെ ജീവിതത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സന്തോഷത്തിനെ നമ്മൾ പലപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യും. നമ്മൾ ഇന്നലെ ജീവിക്കാതെ നാളെ വരാനുള്ള എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും അന്ന് സന്തോഷിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യും. ഞാൻ ഒരു കഥ പറയാം. ഒരാള്, അയാളുടെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് സിവിൽ സർവീസ് നേടണം എന്നുള്ളതാണ്. IAS കാരനാവുക എന്നുള്ളതാണ് അയാൾ ഏറ്റവും വലിയ സ്വപ്നം. അപ്പൊ അയാൾ ചെറുപ്പകാലം മുതലേ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. സ്കൂൾ കാലഘട്ടം മുതൽ അയാൾ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യും. കോളേജിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ലൈബ്രറിയിലായിരിക്കും. നല്ല പോലെ സ്കോർ ചെയ്യുന്നുണ്ട് ആള്, നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ട്.
അങ്ങനെ അയാൾ വർഷങ്ങളോളം അധ്വാനിച്ചു. അവസാനം ആൾക്ക് IAS കിട്ടി. അയാൾ പാസ്സായി, നല്ലൊരു സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടി. അപ്പൊ ആ കിട്ടിയ സമയത്ത് അയാളും അയാളുടെ ഫാമിലിയും പാരന്റ്സും എല്ലാവരും അത് വളരെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അയാളും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം അയാൾക്കുണ്ടായി. കാരണം അയാളുടെ ഡ്രീം ആണല്ലോ നേടിക്കഴിഞ്ഞത്. അങ്ങനെ അയാൾക്ക് ഒരു സ്ഥലത്ത് പോസ്റ്റിംഗ് ആയി. അയാൾ സബ് കളക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടി. ആ പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? അയാൾക്ക് ചെറിയ ടെൻഷനുകൾ ഉണ്ടാവും, പൊളിറ്റിക്കൽ പ്രഷറുകൾ ഉണ്ടാവും, ജോലിയുടെ ഭാഗമായിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അയാളുടെ ആ ഒരു സ്വപ്നം നേടിയ സന്തോഷം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ അയാൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം വർഷങ്ങളോളം സമയമെടുത്ത് ഇത്രയും എഫേർട്ട് ഇട്ട് എൻ്റെ ഒരു സ്വപ്നം നേടിക്കഴിഞ്ഞു. അത് കിട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം എത്രത്തോളം നിലനിന്നു? ഞാൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. ആ സമയത്ത് ഞാൻ എന്തെല്ലാം മിസ് ചെയ്തു എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അയാളുടെ ഫാമിലി ടൈം മിസ് ചെയ്തു, അയാൾ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയം മിസ് ചെയ്തു, അയാളൊരു സിനിമ കാണാൻ പോയിട്ടില്ല, അയാളൊരു ഔട്ടിങ്ങിന് പോയിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ സന്തോഷം കിട്ടുമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഡ്രീമിൽ എത്തിയത് എന്നിങ്ങനെ അയാൾ ചിന്തിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്, പലപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷത്തിനെ പോസ്റ്റ്പോൺ ചെയ്യുകയും ഭാവിയിലേക്ക് മാറ്റി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എന്തെല്ലാം കിട്ടിയാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. കാരണം നമ്മൾ സന്തോഷം കാണുന്നത് കിട്ടാൻ പോകുന്ന ലക്ഷ്യത്തിലാണ്, കിട്ടാൻ പോകുന്ന ഡ്രീമിലാണ് എന്നുള്ളതാണ്. ഇതിന്റെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇമോഷണൽ എംപ്റ്റീനെസ്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അവിടെ നമുക്കൊരു വലിയ ഡ്രീം ഉണ്ടായിരുന്നു, ആ ഡ്രീം നേടിക്കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ തോന്നും അല്ലേ? അതായത് നമ്മൾ കുറേ പരിശ്രമിച്ചു, കുറേ സമയം ചെലവഴിച്ച് അവസാനം നമ്മൾ ആ ലക്ഷ്യത്തിലെത്തി. ആദ്യമൊക്കെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. പക്ഷെ പിന്നീട് ഇങ്ങനെ തോന്നും, ഇനിയിപ്പോ എന്താണ്? നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഒരു ഒരു എന്താ പറയാ, ഒരു മൈൻഡ് ഒരു എവിടെയോ സ്റ്റക്കായിട്ട് പോകും. നമുക്കൊരു എംപ്റ്റീനെസ് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇത്രയും കാലം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് നേടിക്കഴിഞ്ഞു, ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന്. ഞാൻ ഈ അടുത്തൊരു യൂട്യൂബറുടെ ഒരു കഥ വായിച്ചതാണ്. ആൾക്ക് 5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ആൾ അത്യാവശ്യം നല്ല പോലെ മണിയൊക്കെ ഏൺ ചെയ്തു, പൈസയൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ആളുകളോട് അഭിപ്രായം ചോദിക്കുകയാണ്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും നേടാനില്ല എന്നുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരുപാട് ഡ്രീംസും ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ എംപ്റ്റീനെസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വി വിൽ ബിക്കം സ്ലേവ് ഓഫ് അച്ചീവ്മെന്റ്സ്. നമ്മൾ നേട്ടങ്ങളുടെ അടിമകളായിട്ട് മാറും. ഏത് സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കുകയാണ്, മോർണിംഗ് സർക്കിൾ സെഷൻ കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്ക് അടുത്ത ഏപ്രിൽ മാസം ഒരു സെഷൻ വരാനുണ്ട്. ഈ ഒരു മാസം മുഴുവൻ ഞാൻ ഈ മോർണിംഗ് സർക്കിളിനെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ഒരു മാസം മുഴുവൻ ഞാൻ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു, ജീവിതത്തിൽ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ഈ നേട്ടങ്ങളുടെ അടിമകളാവുകയും അതിനുവേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിപ്പം പഠനം അത് നേട്ടങ്ങൾ മാത്രമല്ല, പഠനവും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? ഒരു കോഴ്സ് കഴിയും, ആ കോഴ്സ് കഴിയുമ്പോൾ അടുത്ത കോഴ്സ് ചെയ്യും, പിന്നെ അടുത്ത കോഴ്സ് ചെയ്യും, അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഒരു ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടി, അടുത്ത പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഒരു സിനിമയിൽ ഹിറ്റായി, അടുത്ത സിനിമ ഹിറ്റാക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ നമ്മൾ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ അറൈവൽ ഫാലസി എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് അറൈവൽ ഫാലസി എന്ന് നോക്കി, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നോക്കി, ഇനി ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നോക്കി. അപ്പൊ ഇനി നമുക്ക് എന്താണ്, ഇതെങ്ങനെ നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും, ഹൗ ടു കോപ്പ് വിത്ത് ദിസ് അറൈവൽ ഫാലസി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് എൻജോയ് ദ പ്രോസസ്, അതല്ലെങ്കിൽ എൻജോയ് ദ ജേണി. നമ്മൾ ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് സന്തോഷിക്കാം എന്ന് വിചാരിക്കരുത്. യാത്രയിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ഓക്കെ. ഒരു മൗണ്ടെയിൻ ഉണ്ട്, ഒരു മൗണ്ടെയിൻ ഉണ്ട്, വലിയ മൗണ്ടെയിൻ. അതിന്റെ മുകളിൽ ഒരു വലിയ പ്രതിമയുണ്ട്. ആ പ്രതിമ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു പ്രതിമയാണ്. ആളുകളുടെ സ്വപ്നമാണ് ആ പ്രതിമയുടെ മുമ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് റോഡില്ല. ഈ മല അങ്ങനെ കയറി വേണം പോവാനായിട്ട്. അപ്പൊ ഒരു ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളുടെ ഒരു സ്വപ്നമാണ് ഈ മല കയറുക, ആ പ്രതിമയുടെ മുമ്പിൽ പോയി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇയാള്
ട്രാക്ക് സ്യൂട്ടും ഷൂ ഒക്കെ ഇട്ട് കയ്യിൽ വെള്ളമൊക്കെ കരുതി കയ്യിലൊരു സ്റ്റിക്കൊക്കെ കരുതി ഇങ്ങനെ മല കയറാൻ തുടങ്ങി. മല കയറി ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആളുടെ മനസ്സിൽ ഈ പ്രതിമ മാത്രമാണ്. മുകളിൽ ഞാൻ കാണാൻ പോകുന്ന പ്രതിമയും ആ പ്രതിമയുടെ മുമ്പിൽ ഞാൻ എടുക്കുന്ന ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നു, അല്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, ആളുകൾ അത് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് ആളുടെ മനസ്സിൽ. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം എടുത്ത് ആള് കുന്നിന്റെ മുകളിലെത്തി. അവിടെ ചെന്നപ്പം ഈ പറയപ്പെടുന്ന പ്രതിമ കണ്ടു. ആൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആള് ഫോട്ടോ ഒക്കെ എടുത്തു, ഷെയർ എല്ലാം ചെയ്തു. പക്ഷെ അത് എത്ര സമയം? ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, 15 മിനിറ്റ്. ഈ 2 മണിക്കൂർ ആള് സ്പെൻഡ് ചെയ്തത് ഈ 15 മിനിറ്റ് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഈ 15 മിനിറ്റ് കഴിഞ്ഞ ആള് അതേപോലെ തിരിച്ചു മല ഇറങ്ങും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ 15 മിനിറ്റിന് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടി നമ്മൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ഈ ആൾക്ക് വേറെ രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലേ? പോകുന്ന വഴിക്ക് അരുവികൾ ഉണ്ടാവും, പക്ഷികൾ ഉണ്ടാവും, മൃഗങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാടുകൾ ഉണ്ടാവും, ആളുകൾ ഉണ്ടാവും അല്ലെ? ഇവയെല്ലാം എൻജോയ് ചെയ്തിട്ട് അവിടെ ചെന്നാലും ആൾക്ക് ഈ പറയുന്ന പ്രതിമ കാണാനും പറ്റും, അതിന്റെ കൂടെ ഫോട്ടോ എടുക്കാനും പറ്റും. പിന്നീട് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല, ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തെന്നുള്ളത്. കാരണം ഈ 2 മണിക്കൂറും അയാൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അയാൾക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആ യാത്ര കൂടി എൻജോയ് ചെയ്യാൻ പഠിക്കണം. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഡെസ്റ്റിനേഷൻ മാത്രം ആവരുത് എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനും വൈഫും കൂടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ട്രിവാൻഡ്രത്ത് പോയി ഇരിക്കാൻ. അപ്പൊ അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്നാ പൊന്മുടി ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഇവിടെ പൊന്മുടി പോയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. കേട്ടിട്ടുണ്ടാവും അല്ലേ പൊന്മുടി? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പൊ ഒരു 3 മണി 3:30 സമയമായപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾക്ക് KSRTC ബസ്സിൽ കയറി. അന്ന് നമുക്ക് കാറൊന്നുമില്ല, ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ബസ്സിൽ പോയി. അപ്പൊ ഇതിന് മുമ്പ് ഞങ്ങൾ പൊന്മുടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞതായിട്ട്. അവിടെ എപ്പോഴും മിസ്റ്റ് ആണ്, വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ കോടമഞ്ഞായിരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ സംസാരിക്കുന്നത് അവിടെ കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ചും അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന സന്തോഷത്തെ കുറിച്ചൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പൊന്മുടി എത്തിയപ്പം ഞങ്ങളുടെ ബസ്സിന്റെ കണ്ടക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതാണ് ലാസ്റ്റ് ബസ്, ഇനി ഇങ്ങോട്ട് ബസ്സില്ല, 5 മിനിറ്റ് സമയം തരാം, മുകളിൽ പോയി തിരിച്ച് വേഗം വന്നാൽ ഈ ബസ്സിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഓടി ഒരു 200 മീറ്ററോളം നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട്. ഞാനും വൈഫും കൂടെ മുകളിലേക്ക് ഓടി കയറി അവിടെ ചെന്നൊരു ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നു. ഞങ്ങള് കാണാൻ പോയ മിസ്റ്റ് കാണാനുള്ള സമയം ഉണ്ടായില്ല, മഞ്ഞ് കാണാനുള്ള സമയം ഉണ്ടായില്ല, ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുക്കാൻ പോലുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും ഈ പറയുന്നത്, നമ്മൾ ആ യാത്ര എൻജോയ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല അല്ലെ? പോകുന്ന വഴിക്ക് കുറേ നല്ല തടാകങ്ങളും അരുവികളും ഉണ്ട്, ഒരുപാട് സീനറി ഉണ്ട് ഈ പൊന്മുടി പോകുന്ന വഴിക്ക്. പൊന്മുടി മാത്രം ലക്ഷ്യം വെച്ച് പോയത് കൊണ്ടാണ് പോകുന്ന വഴിക്കുകളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഡെസ്റ്റിനേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ പോകുന്ന വഴിക്കുള്ള സുന്ദരമായ കാഴ്ചകളൊക്കെ നമ്മൾ മനഃപൂർവ്വം വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വിടാതെ ശ്രദ്ധിക്കുക, പോകുന്ന വഴിയിലുള്ളതും എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഗോളുകൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും, നമ്മുടെ എൻവറോൺമെന്റ് മാറും. എല്ലാ ഗോളുകളും എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് നേടാൻ കഴിയണമെന്നില്ല. വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് ആ ഗോള് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്ക് അതിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഖേദിക്കും അല്ലെ? നമ്മൾ പലപ്പോഴും ഡിപ്രഷനിലേക്കൊക്കെ പോകും ആളുകൾ, ഇത്രയും കാലം ശ്രമിച്ചിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്ന ഒരാള്, അയാളുടെ മുഴുവൻ സമയവും ഈ സ്റ്റാർട്ടപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാണ്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, അതിനുവേണ്ടി ആളുകളെ സമീപിക്കുന്നു, അതിന് കൊളാബറേറ്റ് ചെയ്യാൻ ആളുകളെ നോക്കുന്നു, പാർട്ട്നേഴ്സിനെ നോക്കുന്നു. പക്ഷേ ആൾ ഉദ്ദേശിക്കുന്ന ഒരു വരുമാനമോ ആ ഉദ്ദേശിക്കുന്ന ഒരു സക്സസോ അതിന് കിട്ടുന്നില്ലെങ്കിൽ, വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് അയാൾ ആ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ അയാൾ എന്താ ചിന്തിക്കുക? ഞാൻ ഈ 2 വർഷം വെറുതെ വേസ്റ്റ് ആക്കി എന്നുള്ളതാണ്. അപ്പൊ അതേസമയം ആൾക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗോൾ ആണെങ്കിൽ, ഒരു സമയത്ത് ഇത് ഫെയിൽ ആവാൻ പോകുന്നു, ഇത് സക്സസ് ആവാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പതുക്കെ ട്രാക്ക് മാറ്റാവുന്നതാണ് അല്ലെ? അപ്പൊ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു പ്ലാൻ ബി വേണം, ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ആ ലക്ഷ്യത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വേറൊരു ലക്ഷ്യത്തിലേക്ക് പോവാൻ കഴിയണം എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഈ അടുത്ത TV കണ്ടു കാണും, ഒരു PSC ഉദ്യോഗസ്ഥ, PSC റാങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാള്, അവര്
കുറേ വർഷങ്ങൾ പഠിച്ചിട്ടാണ് അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്, പക്ഷെ അവർക്ക് പോസ്റ്റിംഗ് കിട്ടിയില്ല എന്നുള്ളത്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ അങ്ങനത്തെ വാർത്തകൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അല്ലേ. ഫസ്റ്റ് റാങ്ക് കിട്ടി, സെക്കൻഡ് റാങ്ക് കിട്ടി, എന്നിട്ടും പോസ്റ്റിംഗ് കിട്ടിയില്ല, ഏജ് ഓവറായി, ഇനി അവസരമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ നിരാശയിലേക്കൊക്കെ പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പ്ലാൻ ബി വേണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. ഇപ്പൊ ഈ PSC ഉദ്യോഗാർത്ഥിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ PSCക്ക് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, റാങ്ക് വാങ്ങുക, ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ളതാണ്. പക്ഷെ ഒരു പോസ്റ്റിംഗ് കിട്ടുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അതിനവിടെ ഒഴിവ് വേണം. അതിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അതൊരു സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ബി വേണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, സാധാരണ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ തന്നെ, ഗ്രാറ്റിറ്റ്യൂഡ്, മൈൻഡ്ഫുൾനെസ്. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പോലും, ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കുക. നമ്മളെപ്പോഴും വലിയ വിജയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. ചെറിയ വിജയങ്ങളും സ്മാർട്ട് വിൻസും നമ്മൾ എൻജോയ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. ചെറിയ മൈൽ സ്റ്റോൺ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രൊട്ടക്റ്റ് അവർ റിലേഷൻഷിപ്പ്. നമ്മൾ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ അകന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രധാനമാണ്, തീർച്ചയായിട്ടും അത് നേടണം, അതിന് നല്ല എഫേർട്ട് വേണം. പക്ഷെ അപ്പോഴും നമ്മൾ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയാലും ഇല്ലെങ്കിലും ഈ റിലേഷൻസ് അവിടെ വേണം. ഇപ്പൊ നമ്മളിപ്പം ഒരു ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ നമുക്ക് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ, നമുക്കിതൊന്ന് പറഞ്ഞ് സമാധാനിക്കാൻ ആരെങ്കിലും വേണ്ടേ, അതിന് നമുക്ക് റിലേഷൻസ് വേണം. നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിയാലോ ഒരാൾക്ക് ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ആളുകൾ വേണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ റിലേഷൻസ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു അറൈവൽ ഫാലസി എന്താണെന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വേണം തീർച്ചയായിട്ടും. കാരണം ഈ ലക്ഷ്യങ്ങളാണ്, ഗോൾസ് ആണ് നമ്മുടെ ഒരു ഊർജം എന്ന് പറയുന്നത് അല്ലേ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നത് അല്ലേ, നമ്മൾ എഫേർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നതൊക്കെ ഈ ലക്ഷ്യങ്ങളാണ്. പക്ഷെ നമുക്ക് സന്തോഷിക്കാനായിട്ട് നേട്ടങ്ങൾ ഉണ്ടായാലേ പറ്റൂ എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ഏത് സമയത്തും ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് പഠിക്കണം. ചെറിയ ചെറിയ വിജയങ്ങൾ, ഇപ്പൊ ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരിക്കലും ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കരുത്. ഓരോ ടേമിൽ എക്സാം റിസൾട്ട് വരുമ്പോഴും നമ്മൾ അതിൽ സെലിബ്രേറ്റ് ചെയ്യണം. ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് പ്രൊമോഷൻ കിട്ടിയാലേ ഞാൻ സന്തോഷിക്കൂ എന്ന് വാശി പിടിക്കരുത്. ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ, മാനേജറുടെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം. ഈ എവർ ലാസ്റ്റിംഗ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ സെറ്റിൽ ആവുക, അല്ലെങ്കിൽ എനിക്കിനി ഒന്ന് വിശ്രമിക്കാം, ഇത്തരം ചിന്തകളൊക്കെ വെറും സാങ്കല്പികം മാത്രമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല. ജീവിതത്തിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ആരും വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇനി സന്തോഷിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. അപ്പൊ പിന്നീട് ഖേദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക, ഓരോ നിമിഷവും സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്, വളരെ ചെറുതാണ് അല്ലേ. അപ്പൊ ആ ഉള്ള കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. ഇത്രയും സമയം കേട്ടിരുന്നതിന് നന്ദി. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഹാറ്റ്സ് ഓഫ് ടു യു. നല്ലൊരു മെസ്സേജ് കേട്ടോ. ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് നല്ലൊരു റിമൈൻഡർ ആണ്. പ്രസന്റ് മൊമെന്റിനെ എൻജോയ് ചെയ്യാതെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സന്തോഷിക്കാം എന്നുള്ള ഇതിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന സന്തോഷങ്ങളും ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും റിലേഷൻഷിപ്പും ഒക്കെ നമ്മൾ വിട്ടുകളയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു നല്ലൊരു റിമൈൻഡർ ആയിട്ട് എങ്ങനെ നമ്മുടെ സന്തോഷത്തോടു കൂടി ആ ജേർണി, എൻജോയിങ് ദ ജേർണി while you reach your destination, like your goals. അതൊരു നല്ല ഓർമ്മപ്പെടുത്തലായിരുന്നു. ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്ത് ജീവിച്ചാലേ നമുക്ക് നമ്മുടെ ആ സന്തോഷം എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട്
ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അതിനെ ഫാലസിയെ പറ്റി തന്നെ എന്താന്ന് പറഞ്ഞു തന്നു. അത് എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്നും പറഞ്ഞു. അത് കൂടാതെ അതിന്റെ കോപ്പിംഗ് സ്കിൽസും ഒക്കെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. സോ വെരി ഗുഡ്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. സോ അങ്ങനെ നല്ലൊരു ഈ മോർണിംഗിൽ തന്നെ നല്ലൊരു മെസ്സേജ് തന്ന് എല്ലാവർക്കും ഒരു എനർജി ഫില്ല് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സൂസൻ മാം. താങ്ക് യു. സാർ എന്റെ ഹായ്, ഗുഡ് മോർണിംഗ് അനസ് സർ. സാറ് ഇന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് ശരിക്കും നമ്മളെല്ലാവരും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അത് സത്യത്തിൽ കുറച്ച് താമസം എടുത്തു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയാണ്. അപ്പം എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ധാരണയോടുകൂടി ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്കൊരു നല്ല നിലയിൽ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു. എൻ്റെ ഗോളിൽ നല്ലൊരു ജോലിയിൽ നല്ലൊരു സാലറിയിൽ കുറച്ച് സമ്പാദ്യമൊക്കെ ആയതിനു ശേഷം എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ളത്. പക്ഷെ അതിന് കുറേ സമയം എടുത്തു. എനിക്കതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിത് എൻ്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് പിന്നീട് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ആൾ എൻ്റെ കൂടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതേപോലെ ഒരു പക്ഷെ ഞാൻ ആ ഗോളിന്റെ പുറകെ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ഒരു സമയമെങ്കിലും വാല്യൂ ആയിട്ടുള്ളൊരു സമയമെങ്കിലും അവിടെ കൊടുത്തിരുന്നു എങ്കിൽ എന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ ഇതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാണ്ട് വിചാരിക്കുമ്പോഴും നമ്മൾ പലതിൻ്റെയും പുറകെ പോകുമ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിരിക്കും. ഒരുപാട് നമ്മൾ ഈ കൗൺസിലിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഒരുപാട് ആൾക്കാർ പറയുന്ന വിഷമങ്ങളുടെ മെയിൻ കാര്യം ഒന്നുകിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പേരൻസിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ വൈഫിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നാണ്. പക്ഷെ ഇവരെല്ലാം ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും, ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മുന്നോട്ട് ജോലിയൊക്കെ ചെയ്ത് പോകുന്നത്. പക്ഷെ അവര് വിചാരിക്കുന്ന പോലുള്ളൊരു സപ്പോർട്ട് പലപ്പോഴും കിട്ടുന്നില്ല എന്ന് ഈ ഒരു കാര്യം സാറ് സൂചിപ്പിച്ചപ്പം എനിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം വന്നു. എനിവേ നൈസ് സെക്ഷൻ ആയിരുന്നു സാർ. ഇന്ന് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത് തന്നെ വളരെ വലിയ കാര്യം. താങ്ക് യു റോഫ് സാർ. താങ്ക് യു അനസ് സർ. അതെ, സാർ പറഞ്ഞതൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അല്ലേ നമ്മൾ റിലേഷൻസ് മറന്നു പോകും. പിന്നീട് നമുക്ക് ഈ പറയുന്ന പോലെ അത് ചെയ്തു കൊടുക്കാൻ ആളുണ്ടാവണമെന്നില്ല. എനിക്കുണ്ട് ഈ സെയിം എക്സ്പീരിയൻസ്. അപ്പൊ അത് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും റിയലൈസേഷൻ വരുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും, എന്നാലും തിരുത്താനുള്ള അവസരങ്ങളുണ്ട്. ഹലോ റോഫ് സർ, ഹലോ. സെഷൻ അടിപൊളിയായിരുന്നു. ഒരുപാട് കാലമായി മോർണിംഗ് ഷക്കീല സെഷനിൽ മാം, വന്നിട്ട്. റോഫ് സാറിന്റെ താങ്ക്സ് ഫോർ ക്ലാസ് തന്നെ ജോയിനിങ്. പറഞ്ഞിട്ട് വന്നതാണ്. ശരിക്കും ടോപ്പിക് നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, കാരണം എല്ലാവരുടെ ലൈഫിലും പിന്നെ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ അവസരത്തിലും ഫേസ് ചെയ്തിട്ടുണ്ടാവും ഇത്തരം പ്രശ്നങ്ങളൊക്കെ. ഞാനതിൽ ഏറ്റവും ഒരു നോട്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ജേണി ആസ്വദിക്കുക എന്നുള്ളതാണ് അല്ലെ. ഡെസ്റ്റിനേഷൻ അല്ല, ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്ന ആ ഒരു ജേണി ആസ്വദിച്ചാൽ തന്നെ നമ്മുടെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അതാണ് എനിക്ക് ആ ഒരു മെസ്സേജാണ് ഇന്ന് രാവിലെ കിട്ടിയത്. പിന്നെ ഒരു എന്താ പറയാ, ബൾബോൺ മൊമെന്റ് പോലെ അങ്ങനെ ഒരു ഫീൽ ചെയ്തു എനിക്ക്. അതെ എനിവേ അതെ, സന്തോഷം. താങ്ക് യു. പെർഫെക്ഷനിസം തപ്പിപ്പോവരുത്. കുത്തി പറയുന്ന പോലെ അത് എനിവേ തന്നെയാണ് താങ്ക്സ് ഫോർ മെയിൻ ജോയിനിങ്. ആയിട്ടുള്ളത്. അതെ. Good morning, Rob sir. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. Super way of handling the session, sir. Proud that you are batchmate. Not a batchmate and a whole soul on who is before us. Nalla topic on sir, but എന്താ പറഞ്ഞാൽ you just spoke about എന്താണ് reality of life. നമ്മുടെ ലൈഫിന്റെ റിയൽ സിറ്റുവേഷൻസിനെ ലീവ് ചെയ്തിട്ട് പോവാ. ആൻഡ് ദെൻ ചിലപ്പോ നമ്മള് ഒരു ഫാന്റസി വേൾഡിന് മാതിരിയുള്ള ഒരു അതിന്റെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ലിവ് ടുഡേ, ലിവ് യുവർ ഡേ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. ആൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ചെയ്യാം, പിന്നീട് ചെയ്യാന്ന് പറയണത് നടക്കില്ല. ഇപ്പൊ എന്താണ് ചെറുതായിട്ട് നമ്മൾ കൊണ്ട് നമ്മുടെ സറൗണ്ടിങ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സിനായാലും നമുക്ക് എന്താ ത്രൂ യുവർ സെഷൻ
റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്. ബട്ട് ദോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, നമുക്ക് പറയാൻ ഇറ്റ്സ് ഈസി ടു സേ ബട്ട് ഡിഫിക്കൾട്ട് ടു ഡൂ എന്ന മാതിരി. ബട്ട് സ്റ്റിൽ സർ ഇത് റിയലൈസേഷൻ നമുക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ live today, whatever possible, do today. Don't keep it for tomorrow. Tomorrow may come, may not come എന്നുള്ളത്. ഇപ്പൊ ഞാൻ 2-3 ദിവസമായിട്ട് ട്രാവലിംഗിലായിരുന്നു. അപ്പൊ ഈ ഗൾഫ് വാർ, ഈ വാർ, ഇറാൻ, ഇസ്രായേൽ, പിന്നെ ഇത് വന്നപ്പോ ഞങ്ങൾക്ക് ലോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദറ്റ് ഈസ് സർക്കംസ്റ്റൻസസ് ചേഞ്ച് ആവും. ആ സർക്കംസ്റ്റൻസസ് ചേഞ്ച് ചെയ്ത് നമ്മുടെ കൺട്രോൾ അല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ വി ഹാവ് ടു ലീവ് ടുഡേ എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. വെരി വെൽ പ്രസന്റഡ് ക്ലാസ്. ഈ വേർഡ് എനിക്ക് ഒരു പുതിയ വേർഡാണ്, അത് എനിക്ക് മനസ്സിലായി. സോ വെരി നൈസ് സെഷൻ സർ, ആൻഡ് വിഷിംഗ് യു റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് ഇൻ ട്രെയിനിങ് സെഷൻ. താങ്ക് യു സർ. താങ്ക് യു ചന്ദ്ര മാം. ഫാലസി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് പരിചിതമായിട്ടുള്ള വാക്കാണ്. നമ്മൾ പൊതുവിൽ പറയപ്പെടുന്ന ഒരു ലോജിക്കൽ ഫാലസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ന്യായ വൈകല്യങ്ങൾ എന്ന് പറയും. അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അത് നമ്മുടെ സംസാരത്തിലൊക്കെ പൊതുവിൽ വരുന്ന ഒരു കാര്യമാണ് ലോജിക്കൽ ഫാലസി. ഒരുപാട് തരം ഫാലസികളുണ്ട്. ഓക്കെ, നമുക്ക് ഇതുപോലെ വേറെ സെഷനുകൾ എടുക്കാം. താങ്ക് യു ചന്ദ്ര മാം. Hello, sir. ഹായ് ലിഫ്ന മാം, ഗുഡ് മോർണിംഗ്. Actually, thank you for your insightful session. ഞാൻ ആക്ച്വലി ലേറ്റ് ആയിട്ടാണ് കയറിയത്, പക്ഷെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ചന്ദ്ര മാം സെഡ്, യു നോ, നമ്മളെപ്പോഴും വി ഓഫൻ ബിലീവ് ലൈക്ക് ഐ വിൽ ബി ഹാപ്പി വെൻ ഐ അച്ചീവ് ദിസ് ഓർ വെൻ ഐ റീച്ച് ദ. ആക്ച്വലി നമ്മൾ അങ്ങനെ ആണല്ലോ നമ്മുടെ തോട്ട് എപ്പോഴും പോകുന്നത്. പക്ഷെ നമ്മൾ but this session reminded us that life is happening now. നമ്മുടെ ലൈഫ് ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ് എന്ന ഒരു റിമൈൻഡർ സാറിന്റെ ഒരു സെഷനിലൂടെ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലിഫ്ന മാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷജീല മാം. നല്ല ടോപ്പിക് ആയിരുന്നു. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും ഗോൾസ് ഉണ്ടാവും, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. ചിലർക്ക് അതിലെത്താൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റില്ല, പല സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പറ്റാതായി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു നിരാശയോട് കൂടിയിട്ട് അതെത്തിയില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നതിന് പകരം പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ബി ഉണ്ടാവുക എന്നുള്ളത്, നമ്മൾ ആ ടൈമിൽ നോക്കുന്നതിനേക്കാളും നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്ലാൻ ബി ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പലരും അത് ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ ആ പ്ലാൻ ബിയിൽ നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. അതെ, പ്ലാൻ ബി തീർച്ചയായിട്ടും വേണം, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം സമയം കളഞ്ഞല്ലോ എന്നുള്ളൊരു നിരാശ, ആ നിരാശയിൽ നിന്ന് പിന്നെ നമുക്ക് തിരിച്ച് കയറാനും പറ്റില്ല ചിലപ്പോഴൊക്കെ. സജന മാം, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാനോ? ഇതിന് സാറിന് നോമ്പ് റിലേറ്റഡ് തുറക്കാൻ ആയിട്ടൊരു ടൈം ആയിട്ടാ സാർ? നോമ്പ് തുറക്കാൻ ടൈം ആയോ? ഇല്ല നോമ്പ് ആയിട്ടില്ല, തുറക്കാൻ ടൈം. അരമണിക്കൂറും കൂടെ ഉണ്ട്. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിളെ പറയട്ടെ. നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോകുമ്പോഴേ ഭയങ്കര മനോഹരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് അത് കണ്ട് എൻജോയ് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ക്യാമറ എടുത്ത് അത് ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് ക്യാപ്ചർ ചെയ്തിട്ട് പിന്നീട് അത് എൻജോയ് ചെയ്യാം. പക്ഷെ ആ പിന്നീട് എൻജോയ് ചെയ്യുന്ന ഫോട്ടോയിൽ കൂടെ കണ്ട് എൻജോയ് ചെയ്യുന്നതിലും അത് ആക്ച്വലി അവിടെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുപോകും. പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്. റിയൽ ഒരു സൺസെറ്റ് ആണെങ്കിൽ പോലും നമ്മളത് ശരിക്കും അവിടെ നിന്ന് കണ്ട് എൻജോയ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേനെ. പക്ഷെ അതിനും ആ എൻജോയ്മെന്റിന് പകരം എങ്ങനെയെങ്കിലും അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യണം. അതിന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നതിന് കാര്യം. ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കുക, അതിലും കൂടുതൽ എങ്ങനെ ഇത് പോസ്റ്റ് ചെയ്ത് നമുക്ക് ലൈക്സ് കിട്ടാം അല്ലെങ്കിൽ റീലാക്കാം എന്നൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പൊ അത് പിന്നീട് സന്തോഷിക്കാനിരിക്കുകയാണ്. അല്ല, അതിന് പകരം ആ മൊമെന്റില് അത് ശരിക്കും ട്രൂലി എക്സ്പീരിയൻസ് ചെയ്ത് സന്തോഷിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. അതാണ് മനസ്സിൽ നിൽക്കുകയും ചെയ്യുക.
അതാ മറ്റേത് ആ 1-2 ലൈക്കൊക്കെ കിട്ടി കഴിയുമ്പം അത് കഴിയും. ഗുഡ് സത്യമാണ്. മോർണിംഗ് റൂപ് സർ. ഗുഡ് മോർണിംഗ് റാണി മാം. എന്തായാലും നല്ലൊരു സെഷൻ. ഓരോ ലൈഫിന്റെ ഓരോ മൂവ്മെന്റും അപ്പപ്പൊ തന്നെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ മാറ്റി വയ്ക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പറയുന്നത്. ഒന്നും അച്ചീവ് ചെയ്തിട്ട് ഒരിക്കലും അത് കൊണ്ടുപോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇത് കുറെ കാലങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. ഇപ്പൊ കൂടുതലായിട്ട് ആൾക്കാർ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഓരോ സമയവും നമ്മൾ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി മാറ്റി വയ്ക്കാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ആളുകൾ ഇതൊട്ട് പഠിക്കുന്നുമില്ല. അങ്ങനെ ഒരു വിഷമമുണ്ട് അല്ലേ ശരിക്കും. അതെ അതെ, നേട്ടങ്ങൾക്ക് പുറകെയാണ് ലോകം. അതെ അതെ. ഒരു സെക്കൻഡ് നമുക്ക് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടോ എൻജോയ് ചെയ്യാവുന്ന പല കാര്യങ്ങളും ആൾക്കാർ മറന്നു പോകുന്നു. ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് എൻജോയ് ചെയ്യാം, പക്ഷെ അതൊന്നും ആരും ചെയ്യുന്നില്ല. എന്തായാലും ഒരു നല്ലൊരു ഞാൻ വാക്ക് കണ്ടപ്പോഴേ പോയി ഈ പറഞ്ഞ പോലെ ഡിക്ഷണറി ഒന്ന് നോക്കിയായിരുന്നു, ഗൂഗിളിലൊന്ന് നോക്കിയായിരുന്നു എന്താന്ന്. അപ്പം എന്തായാലും നല്ലൊരു സെഷൻ. ഗുഡ് മോർണിംഗ്, നല്ലൊരു മോർണിംഗ് തന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു റാണി മാം. ഗുഡ് മോർണിംഗ് രാവ് സർ. ഗുഡ് മോർണിംഗ് ജേക്കബ് സർ. ഒരല്പം ലേറ്റ് ആയാലും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രത്യേകതയുള്ള സെഷൻ എപ്പോഴും സാറിന്റെ. ചില ഫീഡ്ബാക്കിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി, എല്ലാം മനസ്സിലാവും എന്താണ് നടന്നതെന്നുള്ളത്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. എന്തായാലും ഈഗലി വെയിറ്റിംഗ് ഫോർ ദി റെക്കോർഡ്. ബാക്കി കേൾക്കാനുണ്ട്. ആ വേർഡ് ഇന്നലെ സാറിനോട് ഞാൻ ഇതിന് വിഷസ് അറിയിച്ചപ്പോൾ തന്നെ അഫ്കോഴ്സ് ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉള്ളിലുണ്ട്. എന്താണ് ഇത് സംഭവം, വാട്ട് ഇസ് ഇറ്റ്? അപ്പൊ മനസ്സിലായി, ഫുള്ളി റിലേറ്റബിൾ ടു ലൈഫ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വേർ വി ഹാവ് ടു ഫോളോ എവറിത്തിങ് എന്നുള്ളൊരു കാര്യം. ഡെസ്റ്റിനേഷൻ ട്രാപ്പാണ്. നമ്മള് ഡെസ്റ്റിനേഷൻ എന്നുള്ള ട്രാപ്പിൽ പെട്ടുപോകുന്നു, പോകുന്ന വഴി മറന്നു പോകുന്നു. നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്ത നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റന്നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുന്നു എന്നൊരവസ്ഥയാണ്. ഞാനിപ്പം ബിസി ആയിപ്പോയ സമയത്ത് പോലും ടോപ്പിക് ഇത് തന്നെ ആയിരുന്നു. നാളെയും ഇല്ല, ഇന്നലെയും ഇല്ല, ആകെയുള്ള ഈ ഒരു നിമിഷം മാത്രമാണ്. എന്നിട്ടും നമ്മള് അല്ലേ, അത് തന്നെയാണ് തോന്നുന്നത് ഉള്ളടക്കം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇന്നലത്തെ സാംസന്റെ ഒരു മാച്ച് നമുക്കൊരു ലെസൺ ആണ് സർ. കൺസിസ്റ്റൻസി പിടിച്ചു നിന്നു. Something we need to learn from so many things around us. Thank you, Rao sir. JK sir, you're safe. I think all of others in Gulf countries ഈ problematic situation എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. I take this opportunity. Still, the warning is still only, yes, yeah, nothing is confirmed as of yet, but still, hopefully things are getting better. എല്ലാം ശരിയാവട്ടെ പെട്ടെന്ന്. അതെ അതെ. നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാലേ. റാവു സാറിന് നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്തും ഇങ്ങനൊരു അടിപൊളി ക്ലാസ് കിട്ടി നമുക്ക് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു സജന മാം. താങ്ക്സ് എവരിവൺ ഫോർ ജോയിനിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. യെസ്, താങ്ക് യു വെരി മച്ച് ഫോർ എ വണ്ടർഫുൾ സെഷൻ. എല്ലാവർക്കും പ്രസന്റ് മൊമെന്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അതെ, പറ്റട്ടെ. നല്ലൊരു സന്തോഷമുള്ള ജീവിതം നേരുന്നു. താങ്ക് യു. Thank you sir, to everyone as well. Bye, have a nice time.